കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവരെന്താണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് എന്ന് പറയുന്നത് ഈ ജനങ്ങളല്ല, ഈ രാഷ്ട്രീയക്കാരാണ്. കാരണം എന്താ, ഇവരുടെ പുറകെ നടന്ന് സിന്ദാബാദ് വിളിക്കാനും ചാകാനും കൊല്ലാനും നടക്കുന്നത് കൊണ്ട് രക്തസാക്ഷികളാകാനും അത് കാരണമാണ് ഇവരെ പ്രബുദ്ധരാന്ന് പറയണേ. അവരുടെ പ്രബുദ്ധത മനസ്സിലായ അവർക്ക് വേണ്ടി കല്ലെറിയാനും ചാകാനും കൊല്ലാനും സിന്ദാബാദ് വിളിക്കുന്ന നടക്കുന്ന ജനാണ്. നേരത്തെ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരു കരാറ്, ഒരു പട്ടയം തമിഴ്നാടുമായിട്ട്, അതായത് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരാറൊക്കെ റദ്ദ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരിവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? അതായത് ബ്രിട്ടീഷുകാര് നാട്ടുരാജ്യങ്ങളായിട്ട് ഒരുപാട് കരാറുണ്ടായിരുന്നു, തിരുവിതാംകൂർ മാത്രമായിട്ടല്ല. അപ്പോ പിന്നീട് അതിലെന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്ന ക്രൗൺ എതിർകക്ഷിയായിട്ട് ഈ ഇന്ത്യയിലെ ഒരു സിറ്റിസണും കേസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി. അതായത് നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറും ഇതോടുകൂടി റദ്ദായിരിക്കുന്നു. ഒരു ടൈം മുതൽ ഈ ഒരു 2012 ഇപ്പോഴും കേരളം യാതൊരു കരാറും ഇല്ലാതെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അവരിങ്ങനെ? അതെ അതെ. നേരത്തെ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഒരു കരാറ്, ഒരു പട്ടയം തമിഴ്നാടുമായിട്ട്, അതായത് മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കരാറൊക്കെ റദ്ദ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അവരിവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ? അതായത് ബ്രിട്ടീഷുകാര് നാട്ടുരാജ്യങ്ങളായിട്ട് ഒരുപാട് കരാറുണ്ടായിരുന്നു, തിരുവിതാംകൂർ മാത്രമായിട്ടല്ല. അപ്പോ പിന്നീട് അതിലെന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വന്ന ക്രൗൺ എതിർകക്ഷിയായിട്ട് ഈ ഇന്ത്യയിലെ ഒരു സിറ്റിസണും കേസ് കൊടുക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കി. അതായത് നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ കരാറും ഇതോടുകൂടി റദ്ദായിരിക്കുന്നു. അതിൽ ഈ മുല്ലപ്പെരിയാർ ഡാം കരാറും വരും. അങ്ങനെ അത് റദ്ദായി പോയതാണ്. അതിനുശേഷം 1947 നമ്മുടെ തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്നില്ല. തിരുവിതാംകൂർ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ഇത് റദ്ദ് ചെയ്തു. അതൊരു രാജശാസനം വഴി, റോയൽ ഡിക്ലറേഷൻ വഴി റദ്ദ് ചെയ്തു. അങ്ങനെ ഇത് പോയതാണ്. പിന്നെ 1956 സ്റ്റേറ്റ്സ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കി പാർലമെന്റ്, അപ്പോഴും പോയതാണ്. പിന്നെ ഇതില് 1941 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ ഒരു കേസ് കൊടുത്തു ബ്രിട്ടീഷുകാർക്കെതിരെ. അതൊരു ഈ മുല്ലപ്പെരിയാർ ഡാം കരാറിൽ ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ട്. ആ ആർബിട്രേഷൻ ക്ലോസ് ഇൻവോക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം കൊടുത്തത്. അതില് ആദ്യം ആർബിട്രേറ്ററായി വന്ന 2 ആർബിട്രേറ്റേഴ്സ് പരസ്പരം വിയോജിച്ചു. അതുകൊണ്ട് ആ കേസ് ഒരു അമ്പയറിന്റെ അടുത്ത് പോയി. അത് കൽക്കട്ടയിലെ ഒരു ജഡ്ജായിരുന്നു നളിനി രഞ്ജൻ ചാറ്റർജി എന്ന് പറയുന്ന ഒരു അമ്പയറിന്റെ അടുത്താ പോയത്. അമ്പയർ തിരുവിതാംകൂറിന് അനുകൂലമായിട്ടാണ് വിധിച്ചത്, കരാറ് റദ്ദാക്കി. അതായത് ബ്രിട്ടീഷുകാര് കരാർ ലംഘനം നടത്തി. അതായത് വെള്ളം കൃഷിക്ക് വേണം എന്ന് പറഞ്ഞ് കരാറുണ്ടാക്കിയിട്ട് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പോയി. അതുകൊണ്ട് കരാർ ഇനി നിലനിൽക്കില്ല എന്നാണ് അമ്പയറുടെ വിധി. അങ്ങനെയും ഈ കരാറ് റദ്ദാക്കപ്പെട്ടതാണ്. ഇതൊന്നും ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും പ്രോപ്പറായിട്ട് സുപ്രീം കോടതി പോയി പറഞ്ഞിട്ടില്ല, നാളെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ തൊടാണ്ട് പറഞ്ഞിട്ടുണ്ട്. 1900 ആ ഒരു ടൈമിലല്ലേ ഇത് റദ്ദാക്കപ്പെട്ടത്? 1947 ആ കാലഘട്ടം. ആ ഒരു ടൈം മുതൽ ഈ ഒരു 2012 ഇപ്പോഴും കേരളം യാതൊരു കരാറും ഇല്ലാതെ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ അവരിങ്ങനെ? അതെ അതെ, കരാറിന്റെ പിൻബലമൊന്നും ഇല്ല. പിന്നെ ഇത് എല്ലാം എവരി 30 years പുതുക്കണമെന്നുണ്ട്. അതും പുതുക്കിയിട്ടില്ല. അങ്ങനെയും കൂടി അതുകൊണ്ട് പോലും ഈ കരാർ നിലനിൽക്കില്ല. പിന്നെ ഇൻഅഡക്വേറ്റ് കൺസിഡറേഷൻ, അതായത് അന്ന് 40,000 രൂപയാണ് തന്നുകൊണ്ടിരുന്നത്. അത് അന്നത്തെ 40,000 വില എന്ന് പറയുന്നത് ഇന്ന് ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് വരും അന്നത്തെ കാലത്ത്. എന്നിട്ട് 1970 കരാറ് C. അച്യുതമേനോൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇത് പുതുക്കി കൊടുത്തപ്പോ
ആ ക്രൈറ്റീരിയ എടുത്തില്ല. അന്നത്തെ 40,000-ന് 1970 എന്താണ് മൂല്യം എന്നെടുത്തില്ല. വെറുതെ സിമ്പിൾ ആയിട്ട് 10 ലക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കരാറുണ്ടാക്കി വെച്ചു. അപ്പൊ അവിടെ ഇന്നാഡക്വേറ്റ് കൺസിഡറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കരാറ് നിലനിൽക്കില്ല. അങ്ങനെ ഒരുപാട് കരാറ് നിലനിൽക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊന്നും പ്രോപ്പറായിട്ട് സുപ്രീം കോടതി പോയി അവതരിപ്പിക്കാൻ കേരള ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. അതൊക്കെയാണ് നമുക്ക് വേദന തോന്നുന്ന കാരണം. മനസ്സിലൊരു ദുഃഖം തോന്നുന്ന കാരണം അതാണ്. എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ നമുക്കിട്ട് തന്നെ പണിയുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് ഇവിടുത്തെ CPM-ന്റെയും DMK-യുടെ ഒക്കെ ഒരു ടൈപ്പ്. അതല്ല അണ്ണാമലൈ പറഞ്ഞത്, അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദ പൊളിറ്റീഷ്യൻസ് ഓഫ് കേരള ആൻഡ് പൊളിറ്റീഷ്യൻസ് ഓഫ് തമിഴ്നാട്. ശരിയാണ്. അണ്ണാമലയുടെ റീഡിങ് കറക്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ എല്ലാ ഇന്റർവെൽ ആയിട്ടുള്ള ഒരു ടൈമിലും കേബിൾ എന്താ പറയാ പുതുക്കി പണിയ, അറ്റകുറ്റപ്പണികൾ പുതുക്കി പണിയെന്ന് പറയുന്നുണ്ട്. അതിലൂടെ ഒരു സ്ട്രെങ്ത് കിട്ടുമെന്നൊക്കെയാണ് ഈ ഗവൺമെന്റ് വാദിച്ചിരുന്നതല്ലോ. ശരിക്കും പറഞ്ഞാൽ എന്ത് അറ്റകുറ്റപ്പണികളാണ് അവിടെ നടത്തി വരുന്നിരിക്കുന്നത്? ഇപ്പൊ ചോർച്ച ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എന്ത് അറ്റകുറ്റപ്പണികൾ നടത്തിക്കഴിഞ്ഞാലും അതിന്റെ മെയിൻ ഭാഗത്ത് അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ഒരു ഭാഗത്ത് ചോർച്ചയുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അറ്റകുറ്റപ്പണികളിലൂടെ ഡാം സ്ട്രെങ്ത് ആക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് സയൻസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു റിപ്പയറിങ് നടക്കൂല. വെള്ളത്തിൽ കൊണ്ട് എന്ത് റിപ്പയറിങ് നടക്കാനാണ്? അതും സുർക്കി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡാം. സുർക്കി വെള്ളമായിട്ട് പ്രവർത്തിച്ചാൽ അത് മെൽട്ടായി കാർബോണിക് ആസിഡായി അത് കല്ലുകളെയും ദ്രവിപ്പിക്കും. അത് എവിടെ പോയാലും അവിടെയുള്ള എല്ലാത്തിനും ദ്രവിപ്പിക്കും. അതുകൊണ്ട് റിപ്പയറിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡാം വീക്കൺ ചെയ്തിട്ടേ ഉള്ളൂ, സ്ട്രെങ്തൺ ആക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഇത് ഗ്രാവിറ്റി ഡാം ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? ഇന്ത്യയിലെ 50-ലേറെ ഡാമുകൾ ഇന്ത്യയിൽ പൊട്ടിപ്പോയതിൽ എല്ലാം തന്നെ ഗ്രാവിറ്റി ഡാംസ് ആണ്. അപ്പൊ ഒരു വാദം അപ്പോൾ ഏകദേശം പൊളിഞ്ഞിരിക്കും. നമ്മൾ കണ്ണും കൊണ്ട് കണ്ടതല്ലേ? 50-ലേറെ ഡാമുകൾ ഇന്ത്യയിൽ തകർന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ? അതിൽ 99% ഡാംസും സുർക്കി കൊണ്ട് ഈ പറഞ്ഞ ഗ്രാവിറ്റി ഡാംസ് ആണ്. ലോകത്തെ എത്ര തകർന്ന്? ഡാം തകരാനുള്ള കാരണം ഗ്രാവിറ്റി എന്ന് പറയുന്ന വെയിറ്റ് കൂടുമ്പോ ഈ വെള്ളത്തിന്റെ മർദ്ദം തടയുന്നുള്ളതാണ്. വെള്ളത്തിന്റെ മർദ്ദം കൂടുമ്പോ എത്ര വെയിറ്റ് ഉണ്ടെങ്കിലും നിൽക്കില്ല. ശരിയാണ്. വെയിറ്റ് കൂടുമ്പോ അവിടെ നിൽക്കും, അത് സമ്മതിക്കാം. അത് ഒരു പർട്ടിക്കുലർ മർദ്ദം വരെ നിൽക്കുള്ളൂ. ആ മർദ്ദത്തിൽ കൂടുതൽ പ്രഷർ അവിടെ വന്നു കഴിഞ്ഞാൽ നിൽക്കൂല. അതൊക്കെ കോമൺ സെൻസ് ആണ്. അതിന് ഇത്ര വലിയ വാദിക്കുന്ന കുറെ ആളുകളുണ്ട്. അതല്ലേ പറഞ്ഞ നമ്മൾ ഈ തമിഴന്മാരുടെ അത്രയെങ്കിലും ഒരു അതിന്റെ അത്രയൊന്നും വേണ്ട, അതിനൊരു 10-ലൊന്നും കുറച്ചെങ്കിലും ഒരു ബുദ്ധി വേണ്ടേ? അപ്പൊ ഈ ഒരു പുതുതലമുറയോട് ഞാൻ ഇത്രയും പഠിച്ചതുകൊണ്ടാണ് ഇത് മനസ്സിലായത്. ഞാനും പഠിക്കാനില്ലാതെ ആണെങ്കിൽ ഇവന്മാരുടെ കൂടെ തന്നെ നമ്മൾ ഒഴിയാന്. ശരിയാണ്. വന്ന കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു, ഈ വന്ന ബുദ്ധി എന്ന് വിളിക്കായിരുന്നു എന്ന് പറയില്ലേ? അതുപോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക്. എന്ത് ചെയ്യാൻ പറ്റും? അതെ, പറയാൻ പറ്റില്ല, ഒന്നും പ്രതികരിക്കാനും പറ്റുന്നില്ല. അവർക്ക് വലിയ ബുദ്ധി ഉണ്ടെന്നാണ് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത്. പ്രതികരിക്കാത്തതുകൊണ്ടാണോ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, അവരെന്താണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരാണ് എന്ന് പറയുന്നത് ഈ ജനങ്ങളല്ല, ഈ രാഷ്ട്രീയക്കാരാണ്. കാരണം എന്താ? ഇവരുടെ പുറകെ നടന്ന് സിന്ദാബാദ് വിളിക്കാനും ചാകാനും കൊല്ലാനും നടക്കുന്നത് കൊണ്ട് രക്തസാക്ഷികളാകാനും അത് കാരണമാണ് ഇവരെ പ്രബുദ്ധരാന്ന് പറയണേ. അവരുടെ പ്രബുദ്ധത മനസ്സിലായ അവർക്ക് വേണ്ടി കല്ലെറിയാനും ചാകാനും കൊല്ലാനും സിന്ദാബാദ് വിളിക്കുന്ന നടക്കുന്ന ജനാണ്. ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഒന്ന് തന്നെയാണ്. ഇത് മനസ്സിലാക്കാത്ത ജനാണ്. ഞാൻ ആ പാർട്ടി ആ പാർട്ടിയെ തോപ്പിച്ച് ഈ പാർട്ടി അധികാരത്തിൽ വന്ന് ഇനി ഇവിടെ സ്വർഗമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് ആ തരത്തിലുള്ള പ്രബുദ്ധരാണ്. ഈ പുതിയ തലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത് ഈ മുല്ലപ്പെരിയാറിനെ പറ്റിയും? അതായത് ഈ രാഷ്ട്രീയക്കാരുടെ സാറിന് അറിയാം പല ടൈപ്പുള്ള രാഷ്ട്രീയക്കാർ സാർ ഇപ്പൊ കണ്ടതാണ്. ഈ ഒരു സംഭവത്തോടുകൂടി തന്നെ സാർ പലരെ അപ്രോച്ച് ചെയ്തപ്പോൾ പലരുടെ യഥാർത്ഥ മുഖങ്ങൾ സാറ് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും ഒക്കെ നടക്കുന്ന ഒരുപാട് സാറ് പറഞ്ഞ പ്രബുദ്ധ മലയാളികളുടെ ലിസ്റ്റ് തന്നെ ഉണ്ട്. അങ്ങനെയുള്ളവരോട് യുവതലമുറകളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അപ്പനെ അമ്മേനെയും പഠിപ്പിക്കണമെന്ന് അതെനിക്ക് പറയാനുള്ളത്. ഇവരുടെയൊക്കെ ഈ ഗ്രാൻഡ് ഫാദേഴ്സും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സും ഉണ്ടല്ലോ, അവരൊക്കെ ഈ നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചു മരിച്ചു പോയി. അവർ ഈ കുഞ്ഞു മക്കൾക്കും ഇവിടുത്തെ യുവാക്കൾക്കും എന്ത് ലോക കൊടുത്തിരിക്കുന്നത്? മരണോ?
അതുകൊണ്ട് സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പനെയും അമ്മയും പഠിപ്പിക്കണം ആദ്യം ഈ മക്കള് പോയിട്ട്. അതാ എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം അവര് ജീവിച്ച അവര് പോകാനായിട്ട് 50 വയസ്സിൽ മേലെയായി. ഇനി അവർക്ക് അത് അധികം നാളില്ല. ഈ മക്കൾക്ക് അവരെന്ത് കൊടുത്തിട്ടാ പോണേ? ഈ ഡാം തലയിൽ വെച്ചിട്ട് കൊടുത്തിട്ടാണ്. ശരിയാണ്. സ്വന്തം വീട്ടിൽ പോയി സ്വന്തം പാരന്റ്സിനെ ഈ തല നിറച്ചവന്മാരെ പഠിപ്പിക്കണം. അതാ എനിക്ക് നാട്ടിലെ ജനങ്ങളോടും കുഞ്ഞുമക്കളോടും യുവാക്കളോടും പറയാനുള്ളത്. മുല്ലപ്പെരിയാർ വിഷയത്തെ പറ്റി സാറിന് എന്താണ് പിള്ളേരോട് പറയാനുള്ളത്? ഇത് തന്നെ, ഈ വിഷയം സ്വന്തം വീട്ടിൽ സ്വന്തം കാരണവന്മാരെ പഠിപ്പിക്കണം. ഒരു ഏതെങ്കിലും ഒരു മകൻ പോയിട്ട് അപ്പന്റെ അടുത്ത് ചോദിക്കും മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം പെട്ടു, അവിടെ തീർന്നു. ഇതാണ് അവരുടെ റിപ്ലൈ. എന്നാ ആ പോട്ടെ, മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് എന്ത് വരുമാനമുണ്ട് കേരളത്തിന്? എന്ത് വരുമാനമുള്ളത്? ഒരു കുട്ടി പിതാവിന്റെ അടുത്ത് ചോദിക്കട്ടെ എന്ത് വരുമാനമുണ്ട്, തമിഴ്നാടിന് എന്ത് ലാഭമുണ്ട്? ഇതൊന്നും ഇവർക്ക് അറിയില്ല. നമ്മൾ നിരന്തരമായിട്ട് വഞ്ചിക്കപ്പെടുകയാണ്, ചതിക്കപ്പെടുകയാണെന്ന് ഇവിടുത്തെ ഏത് കാരണവർക്ക് അറിയാം, ഏത് മത നേതാവിനറിയാം, ഏത് സാംസ്കാരിക നായകർക്കറിയാം. ശരിയാ. നമ്മള് നേരെ നിർത്തി നമ്മളെ വഞ്ചിക്കാണ് എന്നുള്ളത് ആർക്കറിയാം? നമ്മുടെ വെള്ളം കൊണ്ടുപോയി കോടിക്കണക്കിന് കോടികൾ നാണിക്കും, ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളേഴ്സ് ഉണ്ടാക്കുന്ന കാര്യം ആർക്കറിയാം? നമുക്കൊന്നും കിട്ടുന്നില്ല എന്ന് ആർക്കറിയാം? ശരിയാണ്. ഇവിടെ ഇരുന്ന ആൾക്കാർ പറയണത് നമ്മൾ ചാവും, നമുക്ക് ഈ പ്രശ്നമുണ്ടെന്നല്ല, കുഴല് കുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കാതെ, തുരങ്കം ഉണ്ടാക്കിയിട്ടാണ് വെള്ളം കൊടുക്കാതെ. ഇത് പറയാനേ ഇവിടെ ആൾക്കാർ നടക്കുന്നത്. അത് സ്റ്റാലിൻ ചോദിച്ചോ? അല്ല, ഇത്രയും നാളിരുന്ന മുഖ്യമന്ത്രി ചോദിച്ചോ എങ്ങനെയാണ് വെള്ളം നിങ്ങൾ തരാൻ പോണേ, കുഴല് കുത്തിയാണ് തരാൻ പോണെന്ന് അയാൾ ചോദിച്ചോ? തമിഴ്നാട്ടിൽ നിന്ന് ആരെങ്കിലും ചോദിച്ചോ? ഇവര് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങൾ കുഴലുണ്ടാക്കി കൊണ്ടുപോക്കോ, തുരങ്കം ഉണ്ടാക്കി കൊണ്ടുപോയിക്കോ, ടണൽ ഉണ്ടാക്കി കൊണ്ടുപോക്കോ. അയാൾ ചോദിച്ചിട്ടാണ് ഇവര് ഇവിടെ ഇരുന്ന് പറയണത്. ഈ വക വിഡ്ഢികളാണ് ഈ നാടിന്റെ ശാപം.